നിങ്ങൾ കേരളത്തിന് പുറത്ത് ഒരു കോഴ്സ് എടുക്കാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണ് നമ്മുടെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ BCA, നമ്മുടെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാനും പഠിച്ചിട്ടുള്ളത് ആ ഒരു BCA കോഴ്സാണ്. അപ്പോൾ ആ ഒരു BCA കോഴ്സിൽ AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ ഇവിടെ ആകാശ് കോളേജിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം AI ആണ് ഏറ്റവും ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഉപ്പിട്ട് കറുപ്പുകര എല്ലാത്തിലും നമുക്കിപ്പോൾ AI ഉണ്ട്. നമ്മൾ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാത്തിലും നമുക്കിപ്പോൾ AI വെച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് AI വെച്ചുള്ള നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഫ്യൂച്ചർ കണ്ടുകൊണ്ട് നമുക്ക് BCA ആയിട്ട് ഈ ഒരു AI വെച്ച് ഇൻ്റഗ്രേറ്റ് ഉള്ള കോഴ്സാണ് ഈ ഒരു BCA വിത്ത് AI എന്നുള്ള കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഡിഗ്രി കോഴ്സിൽ തന്നെ BCA, BSc അങ്ങനെ ഒരുപാട് അതിൽ തന്നെ സബ്ബായിട്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ BCA വിത്ത് ഈ ഒരു AI പറയുന്ന സംഭവമാണ്. കാരണം ഞാനും പഠിച്ചിട്ടുള്ള BCA കോഴ്സാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ വെറും BCA മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു AI കൂടെ ആവുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു സ്കോപ്പ് കൂടിയാണ് ഈ AI വെച്ച് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കോളേജിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയാൽ ഈ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെ ഇവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അടിപൊളി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിന് ഇപ്പോൾ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അവർ. അതേപോലെ തന്നെ അപ്പുറത്ത് ഷട്ടിലുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഈ ഒരു കോളേജിൻ്റെ ഇപ്പോൾ വന്ന് കയറുന്ന സമയത്താണെങ്കിലും. ഇവിടെയാണ് ഒരു നമ്മുടെ BCA എഞ്ചിനീയറിംഗ് ബ്ലോക്കൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ആംബിയൻസ് നമുക്ക് ഈ ഒരു കോളേജിൽ നമുക്ക് കയറി വരുന്നതാണെങ്കിലും ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ ഇവിടെ ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്, ആ റൈറ്റ് സൈഡിൽ വരുന്നത് ഇവിടെ ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്, മെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നത്. നമ്മളിപ്പോൾ അതിൽ പോയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ലീൻഡാണ്, നമ്മൾ അടിപൊളി വൃത്തിയിലാണ് ഈ മെസ്സും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഈ ഒരു കോളേജ് വരുന്നത് ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഈ ഒരു കോളേജിൻ്റെ പുറത്തുള്ള നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഭവം വെച്ചാൽ നമ്മുടെ എയർപോർട്ട് ഇവിടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ എടുത്താണ് നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കറങ്ങാൻ പോകാനും ഫ്രണ്ട്സിൽ പോകാനാണെങ്കിൽ ഇവിടെ നന്ദി ഹിൽസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നന്ദി ഹിൽസ് ഈ ഒരു കോളേജിൻ്റെ അടുത്തായിട്ട് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ BCA എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്സ് സബ്ജക്റ്റ് വരുന്നതിലാണ് നമുക്ക് BCA എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നമ്മൾ സബ്ജക്റ്റ് എടുത്താൽ പോലും നമുക്ക് BCA പഠിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ BCA വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബാച്ചിലുള്ള സ്റ്റുഡൻസിനും BCAയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരുപാട് പേർക്ക് +2 സബ്ജക്റ്റ് മാറി എടുത്തിട്ട് നമുക്കിപ്പോൾ BCA എടുക്കണം എന്നൊരു ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് BCAയിലേക്ക് മാറാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ BCA ഇപ്പോൾ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ടീച്ചിങ് ഇതൊക്കെ എങ്ങനെയാ വരുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം പഠിപ്പിക്കുന്നതാണെങ്കിൽ? അത്യാവശ്യം മിക്ക ആൾക്കാരുടെയും മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന രീതികളേ ഉള്ളൂ. പിന്നെ ഭാഷയുടെ ഇത് മാത്രമേ +2 സയൻസ് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നവർക്ക് ഇത് പഠിക്കാൻ കുഴപ്പമില്ല. അത് അവർക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ആദ്യമത്തെ ഓൾറെഡി പഠിച്ചുള്ള ഫസ്റ്റ് ഇയറിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ പഠിച്ചത് തന്നെ, +2 പഠിച്ചത് തന്നെ. പിന്നെ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്ന് സെക്കൻഡ് ഇയറിൽ ആകുമ്പോഴത്തേക്ക് മാറുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് തന്നെ ഒരു ഇച്ചിരി ഒരു ബിൽഡപ്പ് ആയിട്ട് പഠിക്കും. മെയിനായിട്ട് പഠിച്ച സെക്കൻഡ് ഇയറിലേക്ക് മാർക്കുള്ളൂ. ഏത് സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആയിട്ട് വരുന്നത്. പിന്നിപ്പോ ഹോസ്റ്റല് രീതിയിലാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എല്ലാ കോളേജിലും ഹോസ്റ്റല് കോമൺ ആയിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു BCA എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ബാക്കി കോളേജിലെ കോഴ്സിന്റെ ഫീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ